ഹായ് ഓൾ. അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി ചോട്ട വ്ളോഗാണ്. അപ്പോൾ ഇന്ന് പബ്ലിക് ഹോളിഡേ കിട്ടിയൊരു ദിവസമാണ്. അതുകൊണ്ട് ഇന്ന് എങ്ങനെ ലക്കിലി എനിക്ക് ഓഫ് കിട്ടിയതാണ്. അല്ലെങ്കിൽ മിക്കപ്പോഴും ഡ്യൂട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ട്രിവാൻഡ്രത്താണ് എൻ്റെ വീട്. അപ്പം ലീവിന് കിട്ടി വരുമ്പോൾ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഒരു ദിവസം കിട്ടിയാലും ഏറ്റവും കൂടുതൽ ഞാൻ എൻജോയ് ചെയ്യുന്നത് ടെമ്പിൾ വിസിറ്റാണ്. അപ്പം ഇന്ന് ഇച്ചിരി ലേറ്റ് ആയിപ്പോയി. അപ്പം എന്തായാലും ടെമ്പിളിൽ പോയേ പറ്റുള്ളൂ. പക്ഷേ എനിക്ക് ഒത്തിരി ടെമ്പിൾസ് എൻ്റെ ഒരു ലിസ്റ്റിലുണ്ട്. പക്ഷേ എല്ലായിടത്തും പോകാൻ പറ്റത്തില്ല. അപ്പോൾ സമയം വൈകിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും ടെമ്പിളിൽ പോകണം. അപ്പം എങ്ങനെയാണ് എനിക്ക് എൻ്റെ ഫുൾ ലിസ്റ്റ് എന്തായാലും സമയമില്ല, കാരണം ഇപ്പം തന്നെ ലേറ്റായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് ഏത് ടെമ്പിളിൽ പോകണമെന്ന് നോക്കാൻ ഞാൻ വെച്ച് ലോട്ടിടാം. ഞാൻ സാധാരണ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം ഞാനിങ്ങനെ ഏത് ടെമ്പിളിൽ പോകുന്നതെന്ന് നോക്കും. അപ്പം ഞാനിത് ലോട്ടിട്ടിട്ട് ഞാൻ കാണിച്ചു തരാം ഞാൻ എന്താ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഫസ്റ്റ് എൻ്റെ ലിസ്റ്റിലുള്ള ഗണേഷ് ഭഗവാൻ. അപ്പോൾ ഞാൻ ആദ്യം എഴുതുന്ന ഗണേഷ് ഭഗവാൻ എന്നെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഗണേഷ് ഭഗവാൻ്റെ ആദ്യം വരും. അപ്പോൾ ഗണേഷ് ഭഗവാനെ ആദ്യം. പിന്നെ രണ്ടാമത് എൻ്റെ ഏറ്റവും മൈ ഫേവറേറ്റ് കാളിദേവി. ഗണേഷ് ഭഗവാനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാളിദേവിനെ എല്ലാവരും എനിക്കിഷ്ടമാണ്. പിന്നെ കൃഷ്ണ ഭഗവാൻ. പിന്നെ പിന്നെ ദേവി എഴുതാം. ദേവി ടെമ്പിൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഞാനിപ്പോൾ ഏത് ടെമ്പിളാണെന്ന് ഡിസൈഡ് ചെയ്തിട്ടില്ല. ദേവി ടെമ്പിൾ വരാണെങ്കിൽ ഒന്നും കൂടെ നമുക്ക് ആലോചിച്ച് നോക്കാം ഏത് ടെമ്പിളാണ് പോകുന്നത്. അപ്പം ഞാൻ കൃഷ്ണ ടെമ്പിൾ എഴുതിയിട്ടുണ്ട്. ഗണേഷ് ഭഗവാൻ, കാളിദേവി, ശിവ ടെമ്പിളും കൂടെ എഴുതാം അല്ലേ. അപ്പം നമ്മൾ ശിവ ടെമ്പിൾ മാത്രമില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് ശിവ ടെമ്പിളും കൂടെ എഴുതാമേ. അപ്പം ഏതാ വരുന്നതെന്ന് നമുക്ക് നോക്കാം. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടെമ്പിൾ വിസിറ്റ്. അപ്പം എനിക്ക് എല്ലായിടത്തും പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോൾ ടൈം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് എല്ലായിടത്തും പോകാൻ എത്തത്തില്ല. അതുകൊണ്ടാണ് അപ്പോൾ ഏതാ വരുന്നത് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ആദ്യം ഈ ലോട്ടൊക്കെ ഇട്ടത് നന്നായിട്ട് ചെയ്യും. അപ്പം നോക്കട്ടെ ഏതാണ്. ആദ്യം ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കും, എന്നിട്ട് എടുക്കത്തുള്ളൂ. കാളി ടെമ്പിളാണ് വന്നത്. അപ്പം ഇന്ന് ഉറപ്പായിട്ടും കാളിദേവിയെ കാണണം. എൻ്റെ പേരിൻ്റെ ലാസ്റ്റ് തന്നെ നിങ്ങൾക്ക് കാണാം അല്ലേ. അമൃത കാളി എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര്. അതെൻ്റെ കാളിയോടുള്ള എനിക്ക് അത്രയും ഭയങ്കര ഡിവോഷനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് എൻ്റെ അമൃതയുടെ ലാസ്റ്റ് പേര് കാളി. കാരണം ഒത്തിരി പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്നെ പേഴ്സണലി അറിയാത്തവർ എൻ്റെ ചാനൽ കണ്ടിട്ട് ലൈക്ക് നോർത്ത് ഇന്ത്യൻ ആണോ. അങ്ങനെ നോർത്ത് ഇന്ത്യൻ ഒന്നും അല്ല, ഞാൻ മലയാളിയാണ്. പിന്നെ എൻ്റെ എല്ലാം ഓൾമോസ്റ്റ് ഒരു 12-13 ഇയേഴ്സ് കൊണ്ട് ഞാൻ നേരത്തെ ബിഫോർ ദാറ്റ് ഞാൻ ഇട്ട എൻ്റെ സ്വന്തം പേരാണ് അമൃത കാളി. ബിക്കോസ് ദാറ്റ് ഗീവ്സ് എ പവർ, ലൈക്ക് ഐ ഫീൽ ദാറ്റ് ഇറ്റ്സ് ഗിവ് എ പോസിറ്റീവ് എനർജി ജസ്റ്റ് ലൈക്ക് കാളി. അപ്പം വന്നത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഗോഡസ് ആണ്. അപ്പോൾ കാളിദേവി ഞാൻ ആക്ച്വലി ഇനി എനിക്ക് പ്ലാൻ ചെയ്യണം. അപ്പം ഏത് ടെമ്പിളിൽ പോകുമെന്ന് നോക്കട്ടെ. അപ്പം നമുക്കിനി അങ്ങോട്ട് കാണാം. അപ്പം കോഴി പോകുമ്പോൾ ഞാൻ എപ്പോഴും മുടി എല്ലാം ഇങ്ങനെ കെട്ടാറുണ്ട്. എനിക്കിങ്ങനെ പിരിത്തിട്ടിട്ട് അങ്ങനെ പോകുന്നതൊന്നും താല്പര്യമില്ല. പിന്നെ എൻ്റെ ഹെയർ അറിയാമല്ലോ, കേർലി ഹെയറാണ്, പറഞ്ഞാലൊന്നും കേൾക്കത്തില്ല. പിന്നെ അടുക്കി ഒതുക്കി ഇരുത്തിയിട്ടുണ്ട്. പിന്നെ പോകുന്ന വഴിയിൽ പിച്ചിപ്പൂ ഇട്ടാണെങ്കിൽ ഒപ്പിക്കാനാണ് പ്ലാന്. കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഉറപ്പൊന്നുമില്ല. ഞാൻ പിച്ചിപ്പൂ മേടിക്കുന്ന പറ്റുകയാണെങ്കിൽ ആ വീഡിയോ കൂടെ ഇടാം. അങ്ങനെ പിച്ചിപ്പൂ കിട്ടി കേട്ടോ. ഈ കുഞ്ഞു കടയിൽ നിന്ന് മേടിച്ച ഭാഗ്യത്തിന് പിച്ചിപ്പൂ കിട്ടി. പിന്നെ അങ്ങനെ പിച്ചിപ്പൂ വെച്ച് നടക്കുകയാണ് ഞാൻ. ഇതാണ് നമ്മുടെ ദേവീക്ഷേത്രം, ശ്രീ അന്നപൂർണേശ്വരി ഭദ്രകാളി ക്ഷേത്രം. ഇത് അച്ഛൻ്റെ കുടുംബക്ഷേത്രമാണ് ഭദ്രകാളി ദേവിയുടെ. ഇവിടെ എന്ന് വെച്ചാൽ അതിമനോഹരം, സുന്ദരം, ഭയങ്കര ശാന്തമായ ഒരു ക്ഷേത്രമാണ്. നമ്മുടെ മൈൻഡിനൊക്കെ നല്ല ഒരു ശാന്തത നമുക്ക് അനുഭവിക്കാൻ നല്ലൊരു ഇതാണ്. പിന്നെ പ്രസാദമൊക്കെ മേടിച്ചു. പിന്നെ അച്ഛന് കമ്പനി കൊടുക്കാൻ ഒരു കോഫി കുടിക്കാമെന്ന് പറഞ്ഞ് കയറി. പിന്നെ അവസാനം ഒരു മസാല ദോശ അകത്താക്കേണ്ടി വന്നു. പിന്നെ അതിനുശേഷം ബോളി മേടിക്കാമെന്ന് പറഞ്ഞ് പോയി. പക്ഷേ എൻ്റെ ഫേവറേറ്റ് ഷോപ്പ് അടച്ചിട്ടുണ്ടായിരുന്നു.
മൈൻഡിൽ കറങ്ങി തിരിഞ്ഞ് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ആ കുളത്തിൻ്റെ കരയുടെ അവിടെ എത്തി. അപ്പോഴാണ് ഒരു ഡോഡോ ബേർഡ്, നമ്മുടെ ഡോഡോ ബേർഡ് ആവാൻ സാധ്യതയില്ല, ഒരു കുളക്കുഴി ലുക്കിലുള്ള ഒരു ബേർഡിനെ കണ്ടേ. ഒത്തിരി മീനുകൾ അടുത്തുണ്ടായിരുന്നു, പക്ഷേ പുള്ളിക്കാരത്തി ആ മീനുകളെയൊന്നും അകത്താക്കുന്നില്ല, സ്റ്റൈലിൽ നടന്നു പോകുന്ന കണ്ടു. അങ്ങനെ അത് നോക്കി നിന്നപ്പോൾ നമ്മുടെ പത്മനാഭസ്വാമിയുടെ ആ റിഫ്ലക്ഷൻ അതെപ്പോഴും സ്പെഷ്യലാണ്. പിന്നെ വീട്ടിൽ കയറാൻ വേണ്ടി ഗേറ്റ് തുറക്കാൻ പോയപ്പോഴാണ് എൻ്റെ ടെറസിൽ കുറേ പിച്ചിപ്പൂക്കൾ ഇങ്ങനെ പൂത്തുലഞ്ഞ് കിടക്കുന്ന കണ്ടു. നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടോ ഈ എന്താണ്, എനിക്ക് ഭയങ്കര സ്നേഹമാണ് ഈ ചെടികളോട്. ഇത്രയേ ഉള്ളൂ, ഒരു കുട്ടി വ്ലോഗായിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ആൾ.